പിള്ളേരെല്ലാം നേരെ ആരും സൗണ്ട് ആക്കണ്ട. നേരെ മദ്രസത്തെ പിള്ളേര് എല്ലാരും നേരെ ഇരിക്കും. സൗണ്ട് ആക്കിയ ആൾക്ക് സമ്മാനം ഉണ്ടാവില്ല, സമ്മാനം തരില്ല. സൗണ്ട് ആക്കിയത് ഉസ്താദ് മറ്റേ മദ്രസയിൽ തരുവെക്കര. സൗണ്ട് ആക്കിയ ആൾക്ക് മിണ്ടാതിരിക്കുക, എല്ലാരും മിണ്ടാതിരുന്ന. നമ്മുടെ ജമാഅത്ത് സെക്രട്ടറിയാ ശരീഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് ഒരു ആശംസ പ്രസംഗം എന്ന രീതിയിൽ. പക്ഷെ ആശംസ അല്ല, എനിക്ക് ഇവിടെ പറയാനുള്ളത്, അതായത് നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമുക്കൊക്കെ സ്വപ്നം കാണുന്നതിനേക്കാളും അപ്പുറത്താണ് ഇന്ന് ഈ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം. അതായത് നമ്മുടെ ഈ മദ്രസത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണിച്ചു വെച്ച ഈ സ്റ്റേജ് ആണെങ്കിലും അതായത് നമ്മുടെ ഒരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ സംസ്ഥാന ലെവല് സ്കൂൾ കലോത്സവത്തില് ഈ ഒരു സെറ്റപ്പ് ഒരിക്കലും ഉണ്ടാവലില്ല. സ്കൂൾ കലോത്സവത്തിലെങ്കിലും ഇത്ര സെറ്റപ്പ് ആയിട്ട് ഒരു പ്രോഗ്രാം ഇതുവരെ നടത്തിയിട്ടുണ്ടാവില്ല. ഇതിന് പ്രയത്നിച്ച്, അതായത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊച്ചു ഗ്രാമം, ഇവിടെ അത്ര വലിയ കഴിവുള്ള ആൾക്കാരും വലിയ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയൊന്നും ഉള്ളതെന്നല്ല, നമ്മള് തന്നെ നമ്മളെ കുട്ടികൾക്ക് തന്നെ വേണ്ടി ഇത്ര നല്ല ഭംഗിയായി ഇത്രയെല്ലാം സെറ്റപ്പ് ചെയ്ത് ഈ പരിപാടി വെച്ചത്, അതിന് ഒരു നന്ദി, അതായത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള എല്ലാത്തിന്റെയും നിലക്ക് ഒരു നന്ദി പറയാ എന്നുള്ളത് അത് എന്റെ മനസ്സിലൊരു ആഗ്രഹം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഈ സെറ്റപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടി ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിന് കുറെ യുവാക്കളും എല്ലാവരും കുറെ ദിവസം. ഇതിപ്പോ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് മാത്രം അറിയില്ല, പക്ഷെ ഇതിന്റെ ഈ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ ദിവസങ്ങളുണ്ട്. കുറെ ഉറക്കം കഴിഞ്ഞ രാത്രികള്, കുറെ യുവാക്കൾ, കുറെ അധ്വാനങ്ങള്, ഇതിനു വേണ്ടി കളക്ഷൻ ചെയ്യാ, ഇത് ചെയ്യാ, അങ്ങനെയല്ലോ. അപ്പൊ അതിനേക്കാൾ ഉപരി എനിക്ക് ഇവിടെ ഈ പറയാനുള്ളത് ഈ സ്വാഗത സംഘം കൺവീനർ അഷ്റഫിനെ കുറിച്ചിട്ടാണ്. അതായത് അഷ്റഫ് എന്റെ ഓർമ്മയിൽ ഇപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് അഷ്റഫ് സ്വാഗത സംഘം കൺവീനർ ആകുന്നത്. അദ്ദേഹം ഈ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമും എല്ലാം അതായത് ഇന്റർനാഷണൽ ലെവൽ സെറ്റപ്പിലേക്ക് പ്രോഗ്രാമിനെ എത്തിച്ചേരുന്നു. നമുക്കിപ്പോ ഈ പരിപാടി, കുട്ടികളുടെ പരിപാടി, സിമ്പിൾ ആയിട്ട് ഒരു മൈക്കും ഒരു സൗണ്ട് ബോക്സും വെച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടി. ഇതിന് പണ്ട് മുതലേ അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതിനെ ഏറ്റവും ഭംഗിയാക്കിയിട്ട് നമ്മുടെ മക്കള് അവർക്ക് അതിനുവേണ്ടി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ലാപ്ടോപ്സ്, അതിന്റെ പ്രിന്റേഴ്സ്, സ്ക്രീൻസ്, ദെൻ ഫോട്ടോ സെഷൻ, ഇതെല്ലാം ചെയ്യുന്നതിന് എത്ര അധ്വാനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കത് അറിയില്ല. നമുക്ക് കാണുമ്പോ അത് നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇതിന് പ്രയത്നിക്കണം വെച്ചാല് നമുക്കിപ്പോ ഒരു സാധാരണ ഒരു ലെവലിൽ വേണമെങ്കിൽ ചെയ്തു പോവാം. പക്ഷെ അത് വിട്ടിട്ട് ഇത്രയെല്ലാം ഇതിനൊരു സെറ്റപ്പ് ചെയ്യാനുള്ള മുഖ്യ കാരണം ഞാൻ പറയുന്നത് അഷ്റഫ് അദ്ദേഹത്തിനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വേറൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകള് സുഖമില്ലാത്ത ഹോസ്പിറ്റലിലായിട്ട് ഏകദേശം 4 ദിവസമായി തോന്നുന്നുണ്ട് എനിക്കറിയുന്നിടത്ത്. ഈ ഹോസ്പിറ്റലില് വൈഫ്, ഉമ്മ എല്ലാരും ഹോസ്പിറ്റലിൽ അവിടെ നിർത്തിയിട്ട് പുള്ളി ഈടെ വന്നിട്ട് നമുക്ക് ഈ നാട്ടിലത്തെ ഈ പരിപാടി നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾക്കും നമ്മളെ നാട്ടിലേക്കും വേണ്ടിയിട്ട് ഇത്രയെല്ലാം പ്രയത്നിക്കുന്നത് അത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വരുന്നത്. ഇത് അവരെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് അവരെ ആടെ ചെയ്തിട്ട് അവർ ഇവിടെ വന്നിട്ട് നമ്മളെ നാട്ടില് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയുള്ള പ്രയത്നം. ഞാൻ കുറെ പ്രാവശ്യം ഇവിടെ വന്നിട്ടാകുമ്പോ രാത്രി 2 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാവും. ഇവിടെ എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു നിലക്ക് നമുക്ക് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന നിലക്ക് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അതിനായി ഒന്ന് നമ്മുടെ എല്ലാ
പൂർവ്വ വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് വരാം. അപ്പൊ ഒന്ന് ആദരിക്കാൻ വേണ്ടി നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി, പ്രസിഡന്റ് അവരുകളും ക്ഷണിക്കും. ആദ്യം അഷ്റഫ് ഇങ്ങോട്ട് വാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു. ജമാഅത്ത് സെക്രട്ടറി, പ്രസിഡന്റ്. ഫുലോ തക്ബീർ, ഫുലോ തക്ബീർ, ഫുലോ 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 തക്ബീർ. കേട്ടൊരു മുദ്രാവാക്യം